സുഹൃത്തുക്കളെ, ഇത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ബീച്ചൊന്നുമല്ലേ. ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മനോഹരമായ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തെ മനോഹരമായ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അതെ, വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ അതേ ബീച്ച്. നല്ല വൃത്തിയുള്ള വെള്ള മണൽപ്പരപ്പ്, നീലാകാശം, നീലക്കടൽ. അതാണ് ഈ കാപ്പാട് ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ചുകളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയായ ബ്ലൂ ഫ്ലാഗ് പ്രോഗ്രാമിൻ്റെ കീഴിൽ ഇന്ന് ഈ കാപ്പാട് ബീച്ചും ഉൾപ്പെട്ടിട്ടുണ്ട്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ് ബ്ലൂ ഫ്ലാഗ് പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള 33 മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ബീച്ചുകളെയാണ് പദ്ധതിയിലൂടെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുന്നത്. അതിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇടം നേടിയ ഒരേ ഒരു ബീച്ചാണ് നമ്മുടെ കാപ്പാട് ബീച്ച്. ഇന്ത്യയിൽ നിന്നാകെ 12 ബീച്ചുകളാണ് ഈ ഒരു പട്ടികയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീച്ച് വളരെയധികം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാറിയാണ് കോഴിക്കോട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ആ കോഴിക്കോട് ബീച്ചും കാപ്പാട് ബീച്ചും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കോഴിക്കോട് ബീച്ചിൽ ഒരുപാട് അഴുക്കുചാലുകളും അഴുകിയ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ ഇവിടെ നമുക്ക് കാപ്പാട് ബീച്ചിൽ ഒരു മിഠായിയുടെ കവർ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഏകദേശം 30ഓളം വനിതകളെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, ഒട്ടും മഴുക്കില്ലാത്ത നല്ല വെള്ള കളറിലെ നല്ല പഞ്ചാര മണലാണ് ഇത്. കണ്ടില്ലേ, നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ മണലും ഈ ബീച്ചിലെ മണലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവാർഡ് ഈ ഒരു ബീച്ചിന് കരസ്ഥമാക്കിയതും വിദേശികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ്. ഞാനിപ്പോൾ ബീച്ചിൻ്റെ അരികിലൂടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇതാ ബീച്ചിന് കരയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ കേരളത്തിലുള്ളൊരു ബീച്ചിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന്. കാരണം ഈ ഒരു കൂടാരവും അതുപോലെ തന്നെ ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻ എല്ലാം കാണുമ്പോൾ വിദേശത്തുള്ള ഏതോ ഒരു ബീച്ചിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക. അതൊക്കെ നേരിട്ടൂടെ വന്ന് ആസ്വദിക്കണം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ വൃത്തി കണ്ടില്ലേ, നമുക്കിവിടെ ഒരു പൊടി പടലങ്ങളോ അതുപോലെ തന്നെ ഒരു മുട്ടായിയുടെ കവർ പോലും ഇവിടെ കാണാൻ കഴിയില്ല. അത്രയ്ക്ക് നീറ്റാണ് ഈ ഒരു ബീച്ച്. 1948 വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ അതേ ബീച്ച്. അന്ന് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും കണ്ണുകളിൽ കണ്ട അതേ അത്ഭുതം ഇന്ന് ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികളുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വരവോടുകൂടി കേരളത്തിൻ്റെ വ്യാപാര വഴികൾ വികസിക്കാൻ ഈ കടലോരം വലിയൊരു നിമിത്തമായി എന്ന് തന്നെ നമുക്ക് പറയാം.
ഈ ബീച്ചിൻ്റെ മറ്റു പ്രത്യേകത എന്തൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ചിൽഡ്രൻസ് പാർക്കുകളും കടലിൽ മുങ്ങി കുളിച്ചു വരുന്നവർക്ക് ഡ്രസ്സ് മാറ്റാനുള്ള സെറ്റപ്പും നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സുകളും വിശ്രമ മുറികളും ചെറിയ ചെറിയ ഫുഡ് ക്യാൻറ്റീനുകളും ഈ ഒരു ബീച്ചിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ മറ്റ് ബീച്ചിലൊക്കെ പോകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഈ ഒരു ബീച്ചിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അതുപോലെ തന്നെ നിശ്ചിത സമയം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് ഈ ഒരു ബീച്ചിൻ്റെ പ്രവർത്തന സമയം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ബീച്ചിൽ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബീച്ച് എക്സ്പ്ലോർ ചെയ്യണം, നല്ല അനുഭവമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.